നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഐശ്വര്യ, ഒന്ന് നിന്നേ. എന്റെ അനുജത്തിക്ക് സുഖാണോ? ക്ഷേമം അന്വേഷിക്കാനാണോ എന്നെ വിളിച്ചേ? അതെ ആദ്യേട്ടാ, എനിക്ക് സുഖമാണ്, നല്ല കാര്യം. പക്ഷെ ഇവിടെ മറ്റുള്ളവർ സ്നേഹത്തോടെ സന്തോഷമായിട്ട് കഴിയുന്നത് എന്റെ അനിയത്തിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ല അല്ലേ? അതെന്താ ഇങ്ങനെയൊക്കെ എന്നെ വിഷമിപ്പിക്കുന്ന വർത്താനൊക്കെ പറയുന്നേ? ഞാൻ ഗർഭിണിയല്ലേ? ആ ഒറ്റ പരിഗണന കൊണ്ടാ ഐശ്വര്യ ഞാനിപ്പോ വെറുതെ വിടുന്നത്. ആരും ഒന്നും അറിയില്ലെന്ന് വിചാരിക്കരുത്. ജോലി സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. ഇതിന്റെ പിന്നിൽ ആരാണ് പ്രവർത്തിച്ചത്, ലക്ഷ്യം എന്തായിരുന്നു, എല്ലാം എനിക്ക് മാത്രമല്ല, അക്കിക്കും ശ്യാമയ്ക്കും ഇപ്പൊ നന്നായിട്ട് അറിയാം. എന്നിട്ട് ശ്യാമയോ ആക്കിയോ ഇവിടെ ആരോടെങ്കിലും അത് പറഞ്ഞോ? എന്തിനാ അറിഞ്ഞ ഭാവം കാണിച്ചോ? എന്താ? അതാണ് സംസ്കാരം, അതാണ് സ്നേഹം എന്ന് പറയുന്നത്. ശ്യാമയും ഐശ്വര്യ പോലെ മറ്റൊരു വീട്ടിൽ നിന്ന് ഇവിടെ വന്ന് കയറിയ പെണ്ണ. ഐശ്വര്യ വിഷം കൊടുത്ത് ശ്യാമയും അവളുടെ ഉള്ളിലുള്ള കുഞ്ഞിനെയും ഇല്ലാതാക്കാൻ ശ്രമിച്ചു. എന്നിട്ടും ശ്യാമ ആ സത്യയോട് വിളിച്ചു പറഞ്ഞില്ല. എന്തുകൊണ്ടാ? ഈ വീട്ടിൽ ഐശ്വര്യ ഉൾപ്പെടെ എല്ലാവരും ഉണ്ടാവണമെന്നുള്ള ആഗ്രഹം ശ്യാമയ്ക്കുണ്ട്. ആ സ്നേഹവും ആത്മാർത്ഥതയുണ്ട്. ഞാൻ ഐശ്വര്യോട് ശ്യാമയെ കണ്ടുപഠിക്കാൻ പറയില്ല. പക്ഷെ ഈ ജന്മത്തെ ഐശ്വര്യെ കൊണ്ട് അത് സാധിക്കില്ല. പക്ഷെ ഇനി ആ പാവം ശ്യാമയും ഇവിടെ ആരെയും ദ്രോഹിക്കാതെങ്കിലും ഇരുന്നൂടെ? അതിനുള്ള സന്മനസ് ഐശ്വര്യക്ക് ഉണ്ടാവണം. വയറ്റിൽ അരുണിന്റെ കുഞ്ഞുള്ളതുകൊണ്ട് തൽക്കാലം ഞങ്ങൾ ആരും ഇവിടെ ഒന്നും പറയാൻ പോകുന്നില്ല. ഇനി ജനിക്കാൻ പോകുന്ന ആ കുഞ്ഞിനെ കൂടി ഇത്തരം കള്ളത്തരങ്ങൾ പഠിപ്പിക്കരുത്. മനസ്സിലായോ? ആദ്യേട്ടാ, അപ്പൊ ഇതെല്ലാം ഇനി മനസ്സിലായില്ലേ? ഇതൊക്കെ ചെയ്തതേ അച്ഛനോ അമ്മയോ അരുണോ ഈ സത്യം അറിഞ്ഞ പിന്നെ ഐശ്വര്യയുടെ സ്ഥാനം ഈ വീടിന് പുറത്താ. അതോർത്തു. അങ്ങനെ വരരുതെന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചു. മനസ്സിലായോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.